ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഫ്രഞ്ച് ഇൻഡോ ചൈനയിലെ ഒരു റയർ കാറ്റഗറി എന്നും പറയാം, സ്കാസ് കാറ്റഗറി എന്നും പറയാം. ആ ഒരു കാറ്റഗറി വരുന്ന ഒരു കറൻസിയുടെ വാല്യൂം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള ഒരു കറൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു ഫ്രഞ്ച് ഇൻഡോ ചൈനയിലെ ആ ഒരു കറൻസി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന കറൻസി ഈ ഒരു കറൻസിയാണ്. ഫ്രഞ്ച് ഇൻഡോ ചൈനയിലെ 1 പിയാസ്ട്ര എന്നറിയപ്പെടുന്ന കറൻസിയാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസി ഫ്രഞ്ച് ഇൻഡോ ചൈനയിലെ കറൻസിയാണ്. ഏകദേശം 1932 മുതൽ 1949 വരെ നിലവിലുണ്ടായിരുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസിയുടെ വാല്യൂ വരുന്നത് 1 പിയാസ്ട്ര എന്നാണ്. ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു കറൻസിയുടെ സൈസ് വരുന്നത് 127 × 80 mm ആണ്. ഈ ഒരു കറൻസിയുടെ ഷേപ്പ് വരുന്ന റെക്ടാങ്കുലർ ഷേപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു കറൻസി നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നല്ലൊരു റയർ കാറ്റഗറി എന്ന് പറയാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കാസ് കാറ്റഗറി എന്ന് പറയാം. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ വില വരുന്നുണ്ട്. ചില കറൻസിക്ക് നമുക്ക് ഏകദേശം ഒരു 700 രൂപ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. ചില കറൻസിക്ക്, അതായത് ചിലർ വിൽക്കുന്ന കറൻസിക്ക് ഏകദേശം 1000 മുതൽ 1500 രൂപ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കറൻസിയുടെ വില, അതായത് ഈ ഒരു കറൻസിയുടെ കാറ്റഗറി സ്കാസ് അല്ലെങ്കിൽ റയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ മുൻവശം പിറകുവശം എന്ന ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു കറൻസിയുടെ മുൻവശം ഈ ഒരു ഭാഗമാണ്. കറൻസിയുടെ മുൻവശം നമുക്ക് ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇൻഡോ ചൈന എന്നുള്ളതും. ബാക്കി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കറൻസിയുടെ സീരിയൽ നമ്പറും അതുപോലെ തന്നെ താഴെ നമുക്ക് സിഗ്നേച്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡ് വരുന്ന വാട്ടർമാർക്കാണ്. വാട്ടർമാർക്ക് വരുന്നത് നമ്മുടെ ഗോഡ് ഓഫ് മെർക്കുറി, ആ ഒരു വാട്ടർമാർക്കാണ് നമുക്ക് ഇവിടെ വരുന്നത്. നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാട്ടർമാർക്ക് വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ട്രഡീഷണൽ ഡ്രസ്സ് ചെയ്തിരിക്കുന്ന ഒരു ലേഡിയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ വാല്യൂ 1 പിയാസ്ട്ര എന്നാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 1 എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. റെഡ് ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് കറൻസിയുടെ സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ പുറകുവശം എന്ന് പരിചയപ്പെടാം. കറൻസിയുടെ പുറകുവശം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സെൻറ്ററായിട്ട് ഒരാൾ നമ്മുടെ ഒരു ബാസ്ക്കറ്റിൽ, അതായത് ഒരു തേങ്ങയൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ലെറ്റേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലെറ്റേഴ്സിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആയിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ലെറ്റേഴ്സ് ഡീറ്റെയിൽസ് വിടുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ലെറ്റേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് നുമിസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു സൈഡ് വരുന്ന വാട്ടർമാർക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം പിറകുവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ നോക്കാം. അപ്പോൾ 1 പിയാസ്ട്ര, അതായത് ഫ്രഞ്ച് ഇൻഡോ ചൈനയിൽ 1 പിയാസ്ട്ര എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ, അതായത് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു കണ്ടീഷൻ കറൻസിക്ക് ഏകദേശം നല്ലൊരു കണ്ടീഷൻ കറൻസിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഈ ഒരു കറൻസിക്ക് ഏകദേശം 1000 മുതൽ 1500 രൂപ വരെ, അതായത് നല്ലൊരു കണ്ടീഷൻ ആയതുകൊണ്ട് 1500 രൂപ വരെ നമുക്ക് മാർക്കറ്റിൽ വില ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ്. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ് പ്രൈസ് കൂടുന്നതും കുറയുന്നതും. നല്ലൊരു കണ്ടീഷൻ കറൻസിക്ക് നമുക്ക് ഏകദേശം 700 രൂപ മുതൽ ഒരു 1000 രൂപ വരെ മാർക്കറ്റ് വാല്യൂ. നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത, ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു വീഡിയോയിലൂടെ കാണിക്കുന്ന ഈ ഒരു കണ്ടീഷൻ കറൻസിക്ക് ഏകദേശം 1000 മുതൽ 1500 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസി, അതായത് ഫ്രഞ്ച് ഇൻഡോ ചൈനയിലെ ഈ ഒരു കറൻസി നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.